Hi friends, welcome to Once. So, നമ്മൾ അനലോഗ് സർക്യൂട്ട്സ് എന്നുള്ള കുറച്ച് ഡെമോ ക്ലാസ്സുകളാണ് നോക്കിക്കൊണ്ടിരുന്നത്. സോ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡയോഡ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ എന്നുള്ള ഒരു പ്രീവിയസ് ഇയർ ഗേറ്റ് ക്വസ്റ്റിനും അതിന്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷനാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ ഓപ്പാമ്പ് പഠിച്ചു, അതിനുശേഷം ഡയോഡ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചു. സോ ഡയോഡ് ആപ്ലിക്കേഷൻസിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഏരിയ നമ്മുടെ സെനഡയോഡിനെ കുറിച്ചാണ്. സോ നമ്മുടെ ഓപ്പാമ്പും സെനഡയോഡ് ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്ത് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ്സ് എ കോമൺ ഡാറ്റ ക്വസ്റ്റ്യൻ. ഒരു കോമൺ ഡാറ്റ ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ഡാറ്റാസും ഒരു സർക്യൂട്ട് ഡയഗ്രം ഒക്കെ തന്നിട്ടുണ്ട്. രണ്ട് ക്വസ്റ്റ്യൻ ഇതിൽ നമുക്ക് ആൻസർ ചെയ്യണം. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ കോമൺ ഡാറ്റ ക്വസ്റ്റ്യൻ ആണ്. 2+2 ടോട്ടൽ 4 മാർക്കിന് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ക്വസ്റ്റ്യൻ റീഡ് ഔട്ട് ചെയ്യാം. എ റെഗുലേറ്റഡ് പവർ സപ്ലൈ ഷോൺ ഇൻ ഫിഗർ ബിലോ ഹാസ് ആൻ അൺറെഗുലേറ്റഡ് ഇൻപുട്ട് യു ആർ മീനിങ് അൺറെഗുലേറ്റഡ് ഇൻപുട്ട് ആണ്. എത്രയാണ്? 15 വോൾട്ട്, 15 വോൾട്ട് അൺറെഗുലേറ്റഡ് ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ജനറേറ്റ്സ് എ റെഗുലേറ്റഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഔട്ട്. നമുക്ക് അൺറെഗുലേറ്റഡ് ഇൻപുട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഔട്ട്പുട്ടിൽ റെഗുലേറ്റഡ് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ റെഗുലേറ്റഡ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. യൂസ് ദ കമ്പോണന്റ് വാല്യൂസ് ഷോൺ ഇൻ ദ ഫിഗർ. ഇതാണ് നമ്മുടെ സർക്യൂട്ട്. അപ്പൊ നമ്മൾ ഇവിടെ 15 വോൾട്ട് അൺറെഗുലേറ്റഡ് വോൾട്ടേജ് കൊടുക്കുന്നു. സോ ഇവിടെ നമുക്കൊരു 1K റെസിസ്റ്റർ ഉണ്ട്. സോ 1K റെസിസ്റ്റർ വഴി നമ്മുടെ സെനഡയോഡ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. സെനഡയോഡ് 6 വോൾട്ടിന്റെ സെനറാണ്. ഓക്കെ, 6 വോൾട്ടിന്റെ സെനഡയോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ സെനഡയോഡിന്റെ കാഥോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പാമ്പിന്റെ പ്ലസിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ദെൻ ഇൻവേർട്ടിംഗ് ടെർമിനൽ വഴി ഫീഡ്ബാക്ക് പോകുന്നുണ്ട്. സോ ദർ ഇസ് എ നെഗറ്റീവ് ഫീഡ്ബാക്ക്. സോ മൊത്തത്തിൽ നമുക്ക് ഔട്ട്പുട്ട് എന്നൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് പാത്ത് ഇതിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഇതിൽ വരുന്ന വേറൊരു കമ്പോണന്റ്, ഒരു ട്രാൻസിസ്റ്റർ കമ്പോണന്റ് വരുന്നുണ്ട്, Q1, ഒരു BJT ട്രാൻസിസ്റ്റർ വരുന്നുണ്ട്. ദെൻ 2 റെസിസ്റ്റേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, 12K 24K, 12Kയും 24Kയും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് അഗെയിൻ അക്രോസ് അനദർ 12K, വേറൊരു 12Kക്ക് അക്രോസ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ ടോട്ടൽ അവർ തന്നിരിക്കുന്ന സർക്യൂട്ട്. സോ ഈ സർക്യൂട്ട് ഡയഗ്രം റെസിസ്റ്റൻസിന്റെ വാല്യൂസ് കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 15 വോൾട്ട് അൺറെഗുലേറ്റഡ് വോൾട്ടേജ് ഇൻപുട്ടിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും അവർ ക്വസ്റ്റ്യനിൽ തന്ന ഡാറ്റയാണ്. അപ്പൊ നമുക്ക് 2 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ദ പവർ ഡിസിപ്പേഷൻ അക്രോസ് ദ ട്രാൻസിസ്റ്റർ ഷോൺ ഇൻ ദ ഫിഗർ. അതായത് ഇതിലൊരു ട്രാൻസിസ്റ്റർ ഉണ്ട്. സോ ഈ ട്രാൻസിസ്റ്ററിന് അക്രോസ് ഡെസിപ്പേറ്റ് ചെയ്തിട്ടുള്ള പവർ ആണ് ചോദിച്ചേക്കുന്നത്. പവർ ഡെസിപ്പേഷൻ അക്രോസ് ദിസ് ട്രാൻസിസ്റ്റർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഒരു ട്രാൻസിസ്റ്ററിന്റെ കേസിൽ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് വോൾട്ടേജ് ആൻഡ് കറന്റ്. V ഇൻറ്റു I ആണ് ബേസിക്കലി പവർ. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തത് പവർ ഡെസിപ്പേഷൻ അക്രോസ് ദ ട്രാൻസിസ്റ്റർ ആണ്. അപ്പൊ ട്രാൻസിസ്റ്ററിന് അക്രോസ് ഉള്ള പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ്, ട്രാൻസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ദിസ് വോൾട്ടേജ് ഈസ് VCE. ഇതാണ് VCE എന്ന് പറയുന്നത്. ദെൻ ട്രാൻസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഇൻറ്റു കറന്റ് എന്ന് പറയുമ്പോൾ IE അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി നമുക്ക് എന്തെടുക്കാം? IC എന്ന് എടുക്കാം. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് പവർ ആണ്. സോ ദ എക്സ്പ്രഷൻ ഫോർ പവറിനുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, എക്സ്പ്രഷൻ ഫോർ പവർ P is equal to it is a product of VCE and IE. അപ്പൊ ഈ 2 വാല്യൂസ് അറിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂ. VCE അറിയണം, IE അറിയണം. ഓക്കെ, സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഓപ്പാമ്പ് സെക്ഷനിൽ ചെയ്തു തുടങ്ങുക. ഓപ്പാമ്പ് സെക്ഷനിൽ നമ്മളുടെ അനാലിസിസ് ചെയ്തു തുടങ്ങുക. കാരണം ഓപ്പാമ്പിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് വിർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ്. ഓക്കെ, സോ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉള്ള ഓപ്പാമ്പ് സർക്യൂട്ടിൽ നമുക്ക് എന്ത് കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാം? വിർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാം. സോ ബൈ വിർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് in a negative feedback circuit, the voltage that appears at the non-inverting terminal will appear at the inverting terminal. അതായത് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ എന്താണോ വോൾട്ടേജ് അത് എവിടെ വരും? ഇൻവേർട്ടിംഗിൽ വരും. ഓക്കെ, സോ അത് നമുക്ക് നോക്കാം.
സോ ഇവിടെ 15 വോൾട്ട് ആണ് നമ്മുടെ അൺറെഗുലേറ്റഡ് വോൾട്ടേജ്. സോ ഈ 15 വോൾട്ടേജ് നമ്മുടെ സെന ഡയോഡിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ സെന ഡയോഡിൽ വോൾട്ടേജ് റെഗുലേഷൻ നടക്കുന്നത് എത്ര വോൾട്ടിലാണ്? 6 വോൾട്ടിലാണ് സെന ഡയോഡിൽ റെഗുലേഷൻ നടക്കുന്നത്, 6 വോൾട്ട്. അപ്പൊ സെന ഡയോഡിന് അക്രോസ് വരുന്ന വോൾട്ടേജ് എത്രയായിരിക്കും? അറ്റ് ദിസ് പോയിന്റ് വാട്ട് ഇസ് ദ വോൾട്ടേജ്? സെന ഡയോഡിന് അക്രോസ് വരുന്ന വോൾട്ടേജ് 6 വോൾട്ട് ആണ്. അപ്പൊ ഇത് എങ്ങോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഓപ്പാമ്പിന്റെ പ്ലസ് ടെർമിനലിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ഓപ്പാമ്പിന്റെ പ്ലസിലേക്ക്. സോ ഓപ്പാമ്പിന്റെ പ്ലസ് ടെർമിനലിൽ വരുന്ന വോൾട്ടേജ് എത്രയാണ്? 6 വോൾട്ട് ആണ്. ഇനി ഈ ഒരു ഓപ്പാമ്പിൽ ഫീഡ്ബാക്ക്, നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടോ എന്നുള്ളത് നോക്കുക. സോ ഓപ്പാമ്പിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് നമ്മുടെ ട്രാൻസിസ്റ്റർ ത്രൂ ഈ റെസിസ്റ്റർ വഴി നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ട്. സോ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് വിർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാം. സോ പ്ലസ്സിൽ വരുന്ന വോൾട്ടേജ് എവിടെ വരും? മൈനസ് ടെർമിനലിൽ വരും. സോ പ്ലസ്സിൽ വരുന്ന വോൾട്ടേജ് 6 ആണ്. സോ മൈനസ് ടെർമിനലിൽ വരുന്ന വോൾട്ടേജ് എത്രയായിരിക്കും? 6 ആയിരിക്കും. മൈനസ് ടെർമിനലിൽ വരുന്ന വോൾട്ടേജും 6 ആയിരിക്കും. അപ്പൊ മൈനസ് ടെർമിനലിൽ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റിൽ വരുന്ന വോൾട്ടേജ് എത്രയായിരിക്കും? 6 ആയിരിക്കും, ഈ പോയിന്റിൽ വരുന്ന വോൾട്ടേജ്. സോ ദിസ് പോയിന്റ് വോൾട്ടേജ് മീൻസ് ദിസ് പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്, ദിസ് പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 24K അക്രോസ്, ഈ 24 കിലോ ഓമിന് അക്രോസ് വരുന്ന വോൾട്ടേജ് എത്ര വോൾട്ടാണ്? 6 വോൾട്ട് ആണെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഈ 12K 24K ഇത് ഈ ഒരു കണക്ഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ഓപ്പാമ്പിന്റെ ഇൻപുട്ടിലേക്കുള്ള കറന്റ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി എന്താണ്? 0 ആണ്. ഓപ്പാമ്പ് ഡ്രോസ് 0 ഇൻപുട്ട് കറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 12Kയിലൂടെയും അതുപോലെ തന്നെ 24Kയിലൂടെയും ഫ്ലോ ചെയ്യുന്ന കറന്റ് സെയിം ആയിരിക്കും. അതായത് ഇങ്ങോട്ട് കറണ്ട് ഒന്നുമില്ല, സെയിം ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12Kയും 24Kയും ദേ ആർ കണക്റ്റഡ് ഇൻ സീരീസ്. സെയിം കറന്റ് ഫ്ലോ ചെയ്യുന്നതുകൊണ്ട് അത് സീരീസിലായിരിക്കും. അപ്പൊ 24K അക്രോസ് 6 വോൾട്ട് ആണെങ്കിൽ 12K അക്രോസ് എത്രയായിരിക്കും? 24K അക്രോസ് 6 ആണെങ്കിൽ 12K എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതി വാല്യൂ ഉള്ളൂ. സോ പ്രപ്പോർഷണലി വോൾട്ടേജ് എത്രയായിരിക്കും? ഇവിടെ 6 ഉണ്ടെങ്കിൽ ഇതിന് അക്രോസ് എത്രയായിരിക്കും? 3 വോൾട്ട് ആണ് വരിക, 3 വോൾട്ട് ആണ് വരിക. ദാറ്റ് മീൻസ് ടോട്ടലി ഈ പോയിന്റിൽ വരുന്ന വോൾട്ടേജ് എത്രയായിരിക്കും? ഈ പോയിന്റിൽ വരുന്ന വോൾട്ടേജ്, ഈ പോയിന്റിലെ വോൾട്ടേജ് മീൻസ് ദിസ് പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് 3 + 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 വോൾട്ട് ആയിരിക്കും. അപ്പൊ ഈ പോയിന്റിലെ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി എന്താണ്? ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു 9 വോൾട്ട് നമുക്ക് കിട്ടും. ഔട്ട്പുട്ട് വോൾട്ടേജ് എത്ര കിട്ടും? 9 വോൾട്ടേജ് എന്ന് കിട്ടും. സോ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു 6 വോൾട്ട് നോൺ ഇൻവേർട്ടിംഗിൽ, വിർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് അനുസരിച്ച് ഇൻവേർട്ടിംഗിൽ 6, 24K അക്രോസ് 6, ദെൻ 12K അക്രോസ് അതിന്റെ ഹാഫ് 3. സോ 6 + 3 ടോട്ടൽ 9 ആണ് ഔട്ട്പുട്ട്. ഇനി നമ്മൾ ഈ ഒരു അപ്പർ പാത്ത് നിങ്ങളൊന്ന് കൺസിഡർ ചെയ്തേ. ഈ ഒരു അപ്പർ പാത്തിൽ നിങ്ങളൊന്ന് KVL അപ്ലൈ ചെയ്തേ. ഈ ഒരു പാത്ത് നിങ്ങളൊന്ന് കൺസിഡർ ചെയ്തേ. ഓക്കെ, ഇവിടെ 15 വോൾട്ട് അൺറെഗുലേറ്റഡ് വോൾട്ടേജ് ഉണ്ട്. ഈ ഒരു വോൾട്ടേജ് എത്രയായിരിക്കും? VCE ആണ്, കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ് ആണ്. അപ്പൊ ഇവിടുന്ന് 15 വോൾട്ടില് നമുക്ക് ഔട്ട്പുട്ടിൽ എത്ര കിട്ടുന്നത്? ഇവിടെ എത്ര കിട്ടുന്നത്? 9 ആണ് കിട്ടുന്നത്. അപ്പൊ 15ൽ 9 ഔട്ട്പുട്ടിൽ കിട്ടി. അപ്പൊ ബാക്കി വരുന്ന വോൾട്ടേജ് എവിടെ ഡ്രോപ്പ് ചെയ്യുക? ഈ ട്രാൻസിസ്റ്ററിന്റെ കളക്ടറിനും എമിറ്ററിനും അക്രോസ് ആയിട്ട് ഡ്രോപ്പ് ചെയ്യും. ദാറ്റ് മീൻസ് VCE എത്രയായിരിക്കും? VC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 - 9 എത്രയായിരിക്കും? 6 വോൾട്ട് ആയിരിക്കും VCയുടെ വാല്യൂ. സോ പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ട ഒരു ഡാറ്റ VCE ആണ്. ആ VCയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 6 വോൾട്ട് എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? കറന്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, കറന്റ്. ഓക്കെ, സോ കറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കറന്റ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, IE എന്ന് പറയുന്ന കറന്റ്. സോ ആക്ച്വലി കറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സം ഓഫ് ദീസ് 2 കറന്റ്സ്. അതായത് ഈ കറണ്ടിന് ഞാൻ I1 എന്ന് കൊടുത്തു, ഈ കറണ്ട് ഞാൻ I2 എന്ന് കൊടുത്തു. സോ I1 + I2 ആണ് ബേസിക്കലി നമുക്ക് വേണ്ട IE എന്ന് പറയുന്നത്. ഓക്കെ, സോ I is I1 + I2. സോ വാട്ട് ഈസ് I1? I1ന്റെ വാല്യൂ എന്തായിരിക്കും? സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് I1? I1 ഈസ് ഈക്വൽ ടു, ഇവിടുത്തെ വോൾട്ടേജ് നമുക്ക് അറിയാം എത്രയാണ് ഇതിന് അക്രോസ്? 9 ആണ്. സോ 9 ഡിവൈഡഡ് ബൈ 24K ഉണ്ട് 12K ഉണ്ട്, രണ്ടും കൂടെ സം ചെയ്ത് കഴിഞ്ഞാൽ 36K എന്ന് കിട്ടും. 36K. സോ 9/36K വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. ഓക്കെ, സോ 9/36K ആണ് I1.
ആൻഡ് I2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് I2? I2 is equal to ഇതിലൂടെയുള്ള കറന്റ് ആണ്. സോ 9/12K. സോ 9 divided by 12K. സോ ഇത് രണ്ടും കൂടെ സം ചെയ്ത് കഴിഞ്ഞാൽ we will get IE. സോ IE is equal to I1 plus I2, that is 9/36K plus 9/12K. സോ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 9/36K plus 9/12K ചെയ്ത് കഴിഞ്ഞാൽ we will get 1 milliampere. So we will get 1 milliampere. So I യുടെ വാല്യൂ 1 milliampere. അതുപോലെ തന്നെ VC യുടെ വാല്യൂ 6 വോൾട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പവർ ആണ് ചോദിച്ചേക്കുന്നത്. സോ പവർ ഇസ് ഈക്വൽ ടു രണ്ടിൻ്റെ കൂടെ പ്രൊഡക്റ്റ്, ദാറ്റ് ഈസ് VCE 6 into IE 1 milliampere. So 6 into 1 milli. So 6 volt into 1 milliampere ചെയ്ത് കഴിഞ്ഞാൽ we will get 6 milliwatt. So the answer is 6 milliwatt. ഓപ്ഷനിൽ ചെറിയ കറക്ഷൻ ഉണ്ട്, എല്ലാം വാട്ടിലാണ് തന്നേക്കുന്നത്. സോ ഇതൊന്ന് കൺവേർട്ട് ചെയ്യുക, വാട്ടല്ല, എല്ലാം ഓപ്ഷൻ എന്താക്കുക, മില്ലി വാട്ട് ആണ്. ചെറിയൊരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. സോ എല്ലാം മില്ലി വാട്ട്. സോ 6 വോൾട്ട് ഇൻറ്റു 1 milliampere, ദാറ്റ് ഈസ് 6 milliwatt. 6 milliwatt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ വരുന്നത്, ഓപ്ഷൻ ഡി. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റിനുള്ള ആൻസർ കിട്ടി, ഓപ്ഷൻ ഡി കിട്ടി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് അവർ സെക്കൻഡ് ക്വസ്റ്റ്യൻ. സോ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ അവർ പറയുന്നത് if the unregulated voltage increases by 20%. സോ അൺറെഗുലേറ്റഡ് വോൾട്ടേജ് എത്രയാണ്? 15 ആണ്. അത് ഇൻക്രീസ് ചെയ്യാണ്, എത്രയാണ്? 20% ഇൻക്രീസ് ചെയ്യാണ്. then the power dissipation across the transistor Q1. അങ്ങനെയാണെങ്കിൽ ട്രാൻസിസ്റ്ററിന് അക്രോസ് ഉള്ള പവർ ഡെസിപ്പേഷനിൽ എന്ത് ചേഞ്ച് ആണ് സംഭവിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഇൻക്രീസസ് ബൈ 20%, ഇൻക്രീസസ് ബൈ 50%, റിമെയിൻസ് അൺചേഞ്ച്ഡ്, ഡിക്രീസസ് ബൈ 20%. ഓക്കെ, അങ്ങനെ 4 ഓപ്ഷൻ ആണുള്ളത്. സോ അൺറെഗുലേറ്റഡ് വോൾട്ടേജ് 20% കൂടുകയാണ്. സോ ഇനീഷ്യലി അൺറെഗുലേറ്റഡ് വോൾട്ടേജ് എത്രയായിരുന്നു? 15 വോൾട്ട് ആയിരുന്നു. സോ ഇനി നമ്മളത് പുതിയ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇൻക്രീസസ് ബൈ 20%. സോ 20% കൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 വോൾട്ട് അതിന്റെ 20% ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 18 വോൾട്ട് ആയിട്ട് മാറും. ഓക്കെ, പിന്നെ 10% എന്ന് പറഞ്ഞാൽ 1.5, 20% എന്ന് 3. സോ 15 + 3 18 ആയിരിക്കും പുതിയ അൺറെഗുലേറ്റഡ് വോൾട്ടേജ്. ഓക്കെ, സോ പുതിയ അൺറെഗുലേറ്റഡ് വോൾട്ടേജ് ഇവിടുന്ന് 15, 18 ആയാലും സെനോഡയോണിന് അക്രോസ് എത്ര വരും? 6 വരും. സോ ഇവിടെ 6 വരും, ഇവിടെ 3. അപ്പൊ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് എത്ര തന്നെ വരും? 9 തന്നെയാണ് വരും. ഔട്ട്പുട്ട് വോൾട്ടേജിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ? ഇല്ല. അപ്പൊ ഔട്ട്പുട്ട് വോൾട്ടേജ് 9 ആണ്, ഇൻപുട്ട് 18 ആണെങ്കിൽ ഈ VCയുടെ വാല്യൂ എന്തുണ്ടാവും? മാറും. 18 - 9. സോ ദ ന്യൂ VCE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ VCE ഡാഷ് എന്ന് എടുത്തു. സോ VCE ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 മൈനസ് ഔട്ട്പുട്ട് വോൾട്ടേജ് 9 ഇസ് ഈക്വൽ ടു 9 വോൾട്ട്. 9 വോൾട്ട് എന്ന് കിട്ടും. ഇനി ഐയുടെ കാൽക്കുലേഷനിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഐ എന്ന് പറഞ്ഞാൽ I1 + I2 തന്നെയാണ്. സോ I1 സെയിം ഇത് തന്നെ കിട്ടുക, I2 ഇത് തന്നെയാണ്. I1 + I2 ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂവിൽ മാറ്റമൊന്നുമില്ല, 1 milliampere തന്നെ ആയിരിക്കും. സോ IE ഡാഷ് ഈ സെയിം ആസ് IE, ദാറ്റ് ഈസ് ഈക്വൽ ടു I തന്നെയാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 milliampere ആണ്. അങ്ങനെയാണെങ്കിൽ പുതിയ പവർ ഡെസിപ്പേഷൻ എന്ന് പറയുന്നത് എന്ത് വരും? പവർ ഡെസിപ്പേഷൻ ഞാൻ അതിനെ P ഡാഷ് എന്ന് എടുത്തു, ദാറ്റ് ഈസ് ഈക്വൽ ടു VCE ഡാഷ് ഇൻറ്റു IE ഡാഷ്, ദാറ്റ് ഈസ് 9 വോൾട്ട് ഇൻറ്റു 1 milliampere, ദാറ്റ് ഈസ് 9 milliwatt എന്ന് വരും പുതിയ പവർ. പഴയ പവർ എത്രയായിരുന്നു? P. പഴയ പവർ P എത്രയായിരുന്നു? 6 milliwatt ആയിരുന്നു. 6 milliwatt ആയിരുന്നു. അപ്പൊ 6 milliwatt എന്നുള്ള പവർ ഇപ്പൊ എത്രയായിട്ട് മാറി? 9 milliwatt ആയിട്ട് മാറി. സോ വാട്ട് ഈസ് എ ചേഞ്ച് ഇൻ പവർ? പവറിൽ വന്നുള്ള ചേഞ്ച് എത്രയാണ്? 3 milliwatt. 6 9 ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 milliwatt ആണ് പവറിൽ വന്നിട്ടുള്ള ചേഞ്ച്. ഓക്കെ, അപ്പോ 6 milliwatt 3 milliwatt ആയി. അപ്പൊ 6ന്റെ എത്രയാണ് 3? 50% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഇൻക്രീസസ് ബൈ 50%. നിങ്ങൾ ഓപ്ഷൻ നോക്കുക, ഓപ്ഷൻ ബി നോക്കിക്കേ, പവർ ഇൻക്രീസസ് ബൈ 50%. 6 milliwatt 9 milliwatt ആയി. സോ 3 milliwatt കൂടുകയാണ് ചെയ്തത്. സോ ഇൻക്രീസസ് ബൈ
50%. സോ സെക്കൻഡ് ക്വസ്റ്റിനുള്ള ആൻസറുമായി. സോ 2+2 4 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ ആണ്, കോമൺ ഡാറ്റ ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. സോ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത സെഷനിൽ കാണാം. ടിൽ ദെൻ താങ്ക് യു.